ബദ്രികാശ്രമത്തിൽ കുറച്ചുനാൾ വസിച്ച ശേഷം പാണ്ഡവരും പാഞ്ചാലിയും കദളി വനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ പരിശുദ്ധിയോടുകൂടി ആ പുരുഷ വ്യാഘ്രന്മാർ അർജുനനെ കാണുവാനായുള്ള ആഗ്രഹത്തോടുകൂടി 6 രാത്രി പാർത്തു. അന്നൊരു ദിവസം വടക്ക് ഭാഗത്തു നിന്നും കാറ്റിൽ പറന്ന സൂര്യതേജസ്സുള്ള 1000 ഇതളുള്ള ഒരു താമരപ്പൂവ് യാദർശികമായി അവരുടെ മുൻപിൽ വന്ന് വീണു. ദിവ്യമായ മണം പുറപ്പെട്ടതും ഭംഗിയേറിയതുമായ ആ പുഷ്പം വന്ന് വീഴുന്നത് പാഞ്ചാലി കണ്ടു. ശുഭമായ ആ സരോരുഹം ശുഭാംഗിയായ കൃഷ്ണ കണ്ടു. സന്തോഷത്തോടെ എടുത്തുകൊണ്ട് ഭീമനോട് പറഞ്ഞു, ഹേ ഭീമ, ഈ മനോഹരമായ പുഷ്പം കണ്ടുവോ? എന്തൊരു കൗതുകമാണ് ഇതിന്! ഇതിൽ പരം വിശേഷമായ ഒരു പുഷ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു ഹൃദയാർജിതമാണ്! എന്തൊരു മനം കുളിർപ്പിക്കുന്ന മണം! ഇത് ഞാൻ ധർമ്മരാജാവിന് കൊടുക്കട്ടെ. ഇത്തരം കുറെ പുഷ്പങ്ങൾ വനത്തിൽ നിന്ന് കൊണ്ടുവരിക. എന്നോട് ഭവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ പുഷ്പങ്ങൾ കുറെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മരാജാവിന് നൽകുവാനായി നടന്നു. പ്രിയയുടെ ഇഷ്ടമറിഞ്ഞ് പുരുഷർഭനായ ഭീമൻ അവളുടെ ആഗ്രഹം സാധിക്കുവാനായി പുറപ്പെട്ടു. പുഷ്പത്തെ ഇങ്ങോട്ടെത്തിച്ച കാറ്റിൻ്റെ ഗതി നോക്കി നടന്നു. പൊന്നണിഞ്ഞ വില്ലും പാമ്പ് പോലുള്ള ശരങ്ങളുമേന്തി സിംഹത്തെപ്പോലെ ശൂരനും മദഗജം പോലെ ഗംഭീരനുമായ ഭീമൻ നടന്നു. എല്ലാ ഭൂതങ്ങളും അവനെ നോക്കി. ഭീമന് ക്ഷീണമില്ല, ഉത്സാഹക്കുറവും ഇല്ല, ഭയവുമില്ല. വായുപുത്രനായ അവൻ ദ്രൗപദിയുടെ ഇഷ്ടം സാധിക്കുവാനായി പുറപ്പെട്ടു. അദ്ദേഹം ധീരമായി മല കയറി. മരങ്ങൾ, വള്ളിക്കുടിലുകൾ എന്നിവ കണ്ടു. പല വർണ്ണങ്ങൾ കലർന്ന വിചിത്ര ധാതുക്കൾ ചേർന്ന് വൃക്ഷങ്ങൾ ഇടകലർന്ന് മൃഗങ്ങൾ, പക്ഷികൾ എന്നിവർ നിറഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ആ പർവ്വതം സർവഭൂഷങ്ങളും തികഞ്ഞ ഭൂമിയുടെ കരം പോലെ പ്രശോഭിച്ചു. കുയിൽ കൂകിയും വണ്ടുകൾ മുരണ്ടും സർവത്ര രമണീയമായ ഗന്ധമാന സാനുവിൽ നോക്കി താൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ച് കണ്ണും കരളും കാതും ഉറപ്പിച്ച് ആ അതിവിക്രമൻ നടന്നു. സർവ്വതും രമണീയമായി വികസിച്ചു നിൽക്കുന്ന വിവിധ പുഷ്പങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സുഗന്ധം നുകർന്ന് ഭീമൻ പതുക്കെ നടന്നു. അപ്പോൾ നാനാ കുസുമത്തിൽ നിന്നും പുണ്യവും ശീതളവുമായ ഗന്ധമാനത്തിൽ വീശുന്ന വായുവിൽ നിന്നും താതൻ്റെ സ്പർശമേറ്റുകൊണ്ട് ആ സുഖം അനുഭവിച്ചുകൊണ്ട് അവൻ ഉന്മത്ത ചിത്തനായി സഞ്ചരിച്ചു. പിതാവായ വായു തളർച്ച തീർക്കുവാൻ പുകമഞ്ഞണിഞ്ഞ് ഭീമൻ സുഖഗന്ധർവ യക്ഷന്മാരും ബ്രഹ്മഋഷികളും വാഴുന്ന പ്രദേശത്ത് എത്തി. കറുത്തതും വെളുത്തതും മഞ്ഞച്ചതും ധാതുക്കൾ ചേർന്നതുമായ പർവ്വതങ്ങൾ ആകാശത്തിൽ 3 വിരൽ കൊണ്ട് വരച്ച പോലെ ഇരുപുറവും വന്നു ചേർന്ന മേഘപാളികൾ കൊണ്ട് ആ പർവ്വതം ആകാശത്തിൽ ചിറകു വിരിച്ച് ആടുന്നത് പോലെ അരുവിയിൽ ചിതറി വീഴുന്ന ജലകണങ്ങൾ ഒരു മുത്തുമാല എന്നതുപോലെ ആ ഗിരിയെ അലങ്കരിച്ചു. മനോഹരമായ ഗുഹകൾ, നികുഞ്ചങ്ങളും വലിയ നൃത്തങ്ങളും ചോലകളും ശോഭിക്കുന്നു. അപ്സരസുകളുടെ പാദസ്വരനാദം കേട്ട് മയിലുകൾ ആടി രസിക്കുന്നു. ദിഗ്ഗജങ്ങൾ കൊമ്പുകൊണ്ട് കുത്തി നിരത്തി അരുവിയിൽ നിന്നും കവിഞ്ഞു വഴിഞ്ഞ് നിശ്ചലമായി കിടക്കുന്ന ജലാംശം വെള്ളപ്പട്ട് പോലെ അങ്ങനെ കിടന്ന് തിളങ്ങുന്നു. ഭയം എന്നത് എന്താന്ന് പോലും അറിയാതെ മാനുകൾ ഇളംപുല്ല് ചവച്ചു കഴിക്കുന്നു. ഭീമനെ കൗതുകപൂർവം നോക്കിക്കൊണ്ട് ഓടിപ്പോകാതെ സ്വസ്ഥമായി അവരവിടെ നിൽക്കുന്നു. ഈ മനോജ്ഞയായ പ്രകൃതി സൗന്ദര്യം കണ്ട് തൻ്റെ പ്രിയതമയ്ക്ക് പ്രിയം ചെയ്യുവാൻ ചെല്ലുന്ന ശ്രീയുമായി വായുപുത്രൻ പല പല വള്ളിക്കുട്ടങ്ങളെയും കുലുക്കിയലച്ച് ക്രീഡിച്ചു. ദീർഘായനും കനകവർണ്ണനും സിംഹതുല്യനുമായ ആ പാണ്ഡവൻ നവാവതാരം പോലെ രമണീയമൂർത്തിയായും ആ ഗന്ധമാനത്തിൽ കൂടി വിഹരിക്കുന്നു. ഈ സമയത്ത് വനവാസിയായി തീർന്നിരിക്കുന്ന ദ്രൗപദിക്ക് പ്രിയം ചെയ്യുവാൻ മുതിർന്ന് ഉത്സാഹപൂർവം ചെല്ലുന്ന ഭീമന് ദുര്യോധനൻ ചെയ്ത ക്ലേശങ്ങളെക്കുറിച്ച് സ്മരണയുണ്ടാകുന്നു. അർജുനനെ പറ്റി ചിന്തയോ വിട്ടുപോയിട്ടുമില്ല. തൻ്റെ ജ്യേഷ്ഠൻ്റെ താൽക്കാലിക സ്ഥിതി ഓർത്ത് വിഷമിച്ചു. ഈ സമയത്ത് ഭീമൻ്റെ ഉള്ളിലൊരു ചിന്ത പാഞ്ഞു കയറി. ഞാൻ മടങ്ങിച്ചെല്ലുവാൻ വൈകിയാൽ ജ്യേഷ്ഠൻ എന്നെ അന്വേഷിക്കും.
നകുലനെയോ സഹദേവനെയോ ഇങ്ങോട്ട് അയക്കുമോ? അവരെ അകലെ അയച്ചാൽ ജ്യേഷ്ഠനും ദ്രൗപദിക്കും ആരാണ് തുണ? അവരുടെ ബലത്തിൽ ജ്യേഷ്ഠന് വിശ്വാസമില്ലാതായതുകൊണ്ട് നകുല സഹദേവന്മാരിൽ അദ്ദേഹത്തിനുള്ള സ്നേഹവും അതേ കാരണത്താൽ തന്നെ അവരെ അദ്ദേഹം ദൂരേക്ക് അയക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒട്ടും താമസിക്കാതെ ആ പുഷ്പം സമ്പാദിക്കണം. അതിൽ എന്താണ് ഇനിയൊരു മാർഗം? നനച്ചുകൊണ്ട് ഗരുഡനെ പോലെ ആ പാണ്ഡവൻ അതിവേഗത്തിൽ നടന്നു. അവൻ്റെ കണ്ണും കരളും പുഷ്പസമൃദ്ധമായ താഴ്വരയിൽ ചുറ്റി. അദ്ദേഹത്തിന് വിശക്കുമ്പോൾ വഴിച്ചോറ് ദ്രൗപദി വാക്യം ആയിരുന്നു. അശനിപാതം പോലെയുള്ള കാൽവെപ്പാൽ ഭൂമി കുലുങ്ങി ആനക്കൂട്ടത്തെ വിറപ്പിച്ചു. ആ വായുവേഗനായ മഹാബലൻ പോകുന്ന പോക്കിൽ സിംഹക്കൂട്ടത്തെ മർദ്ദിച്ചു. മാമരങ്ങൾ വീണു, വള്ളിക്കുടിലുകൾ വലിച്ച് എറിയപ്പെട്ടു. സർവ്വതം തകർത്തുകൊണ്ട് ആ ഗജരാജ വിക്രമൻ മല കയറി. ഇടിവെട്ടുന്നത് പോലെ ഭീമൻ ഗർജിക്കുകയാൽ ഞെട്ടിയുണർന്ന സിംഹങ്ങൾ ഭയപ്പെട്ട് ഗുഹയിലേക്ക് മടങ്ങുന്നു. മാൻകൂട്ടങ്ങൾ പേടിച്ച് ഉഴരുന്നു. പക്ഷികൾ ബോധം കെട്ട് വീണു. കരടികൾ മരങ്ങളെയും സിംഹങ്ങളെയും ഗുഹകളെയും വിട്ട് ഓടി. ഭീമന്റെ ഭീമഗർജനം കൊണ്ട് കാടൊക്കെ ഭയാകുലമായി വിറച്ചു. അങ്ങനെ വനാന്തരം ബാഹുക്കളാൽ കലക്കിമറിച്ച് ഗർജനത്താൽ ദിക്കൊക്കെ മുഴക്കി മഹാബലനായ ഭീമൻ ആ ഗന്ധമാന പർവ്വതത്തിന്റെ സാനുക്കളിൽ ഒരു കദളീവനം കണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ആ വനത്തിൽ പന പോലെ ഉയർന്നു നിൽക്കുന്ന കദളിത്തടികൾ മദജലം വഴിയുന്ന മഹാഗജമെന്ന പോലെ ഭീമൻ ചുറ്റിപ്പിടിച്ച് പിഴുതെടുത്തു. സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് അതിൽ കുടികൊള്ളുന്ന മഹാസത്വങ്ങളെയെല്ലാം വിറപ്പിച്ചു. അവരുടെ ശബ്ദം കൊണ്ടും ഭീമന്റെ ഗർജനം കൊണ്ടും ചുറ്റുപാടുമുള്ള കാടുകളിലെ പക്ഷികളെല്ലാം തന്നെ പേടിച്ചു വിറച്ചു. പെട്ടെന്നുണ്ടായ ആ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ജലപക്ഷികൾ നനഞ്ഞ ചിറകുമായി മേൽപോട്ട് പറന്നു. അവയെ പിന്തുടർന്നുകൊണ്ട് ഭീമൻ പാഞ്ഞു. ഉടനെ അതിമനോഹരമായ ഒരു സരസിൽ ചെന്നെത്തി. അവിടെ കരയിൽ ഇളങ്കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന കനകമായ കദളികൾ നിറഞ്ഞ് നിൽക്കുന്നു. ഇറങ്ങിയൊരു മദഗജത്തെ പോലെ യഥേഷ്ടം ക്രീഡിച്ചു. ക്രീഡകൾ കഴിഞ്ഞതിനു ശേഷം അവൻ കരയ്ക്ക് കയറി വൻമരങ്ങൾ നിറഞ്ഞ ഘോരവനത്തിൽ കൂടെ പിന്നെയും നടന്നു. തൻ്റെ സകല ശക്തികളും ഉപയോഗിച്ച് ഭീമൻ ശംഖധ്വനി മുഴക്കി. ദിക്കുകൾ മുഴങ്ങുമാറ് കൈകൊട്ടി ആർത്തു. അങ്ങനെ തൻ്റെ പ്രിയതമയ്ക്കായുള്ള കല്യാണ സൗഗന്ധികമെന്ന മോഹനമായ ദിവ്യമായ ആ പുഷ്പം തേടി പ്രണയത്തോടെ ഭീമസേനൻ നടന്നു.